അപ്പളേ രാവിലെ എന്താ പരിപാടി എന്നറിയോ? ഇന്നലെ നന്ദേട്ടൻ തൃശ്ശൂർ പോയിട്ട് വരുമ്പോ കൊടന്നതാട്ടോ ഈ നിലക്കടല. അപ്പൊ അത് ഒരു പ്ലേറ്റിലിട്ടിട്ട് ഇതിന്റെ തോലൊക്കെ കളയാണ്. അല്ലെങ്കിൽ എന്താ അറിയോ, കൂടെ ഇട്ടിട്ട് നിറച്ചു ഉറുമ്പ് വരും. അപ്പൊ തോല് കളഞ്ഞിട്ട് ഡപ്പയിലാക്കി വെക്കാച്ചിട്ടാ. കൈ കൊണ്ട് ഇങ്ങനെ തോലൊക്കെ തിരുമ്പി കളഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ചേറണം. നന്ദേട്ടൻ ചെറുപ്പത്തില് വാങ്ങിയിരുന്ന കടലക്കടയാണ് അല്ലേ നന്ദേട്ടാ? അച്ഛനൊക്കെ വാങ്ങി തന്നിരുന്ന കടല. എന്നിട്ട് അച്ഛനൊക്കെ ആ കടയിൽ നിന്നാണ് ഇത്ര കടല വാങ്ങിക്കൊടുക്കുക. അപ്പൊ എന്നിട്ട് കടല വാങ്ങിട്ട് വരുമ്പോ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുക. മോന് ഈ കടലൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നന്ദേട്ടന് നല്ല ഇഷ്ടാ. അപ്പൊ എന്താ പറയാ, നമ്മൾ ഇവിടുന്നൊക്കെ കടല വാങ്ങും, നല്ലത് ഉണ്ടാവായിരിക്കും. നമ്മൾ അത് അന്വേഷിച്ചിട്ട് പോവില്ലല്ലോ. ഏത് കടയിൽ നിന്നാ സാധനങ്ങൾ വാങ്ങിച്ചാൽ അവിടെ നിന്നല്ലേ കടല വാങ്ങുക. അപ്പൊ ഇത്ര ടേസ്റ്റ് തോന്നാറില്ല. പിന്നെ തണുത്തിട്ടും ഉണ്ടാവും. ഇന്നലെ ഇപ്പൊ ഒരു പൊട്ടത്തരം ചെയ്തു. കടലയൊക്കെ കൊടന്നിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ചു. ബാക്കിയുള്ളത് കൊണ്ടായിട്ട് ഫ്രിഡ്ജിലാണ്ട് കൊണ്ടുവച്ചു. തണുത്തിരിക്കണു ഇപ്പൊ അത്. കൊഴപ്പില്ല, ചേറട്ടെ. മുറത്തിലിട്ടിട്ട് ചേറുകയൊക്കെ ചെയ്യാം. പക്ഷെ മുറം നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ മുറ. അപ്പൊ അതിലിട്ട് ചേറിയ പിന്നെ അയ്യോ പോയോ, അതിലിട്ട് ചേറിയുണ്ടെങ്കിൽ ഇത് ശരിക്കും പോവില്ല. അപ്പൊ പ്ലേറ്റിലിട്ടിട്ട് ചേറുക. ഇതൊക്കെ ചേറിയിട്ട് ഈ പാത്രത്തിൽ ഇട്ടേക്ക. ഇത് മോനെ LKG സ്നാക്സ് കൊണ്ടുപോകാൻ വാങ്ങിയിട്ടുള്ള പാത്രം കേട്ടോ. അവൻ ഒരു 4ാം ക്ലാസ് വരെയൊക്കെ സ്നാക്സ് കൊണ്ടായിരുന്നു, പിന്നെ ഒന്നും കൊണ്ടാവില്ല. അപ്പൊ ഞാൻ ആ പാത്രം സൂക്ഷിച്ചു വെച്ചതാണ്. നല്ല രസമുള്ള ഒരു പാത്രല്ലേ. അപ്പൊ ഇതിലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഇട്ട് വെക്കുക. ഇത് ചില കടലമണിക്ക് എന്താ ഈ മണലിട്ടിട്ടല്ലേ വറക്ക, അതുകൊണ്ട് തോന്നുന്നുണ്ട് പൂഴി കടിക്കുന്നുണ്ട്. അതെന്നെ തോന്നില്ലേ പൂഴി കടിക്കുന്ന കടല? എന്നിട്ട് ഞാനത് ഒരു മണി എടുത്ത് പൊളിച്ചു നോക്കിയപ്പോ അതിന്റെ ഉള്ളില് കറുത്ത മണലുണ്ടായിരുന്നു. നന്ദേട്ടന് മൈക്കല്ല, അതാണ് നന്ദേട്ടൻ സംസാരിക്കുന്നത് കേൾക്കാത്തിട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം കുറേ പ്രാവശ്യം നന്ദേട്ടാ അങ്ങനെയല്ലേ, നന്ദേട്ടാ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ. ഇന്ന് ഞാൻ ദോശയാണ് ഇട്ടോ ഉണ്ടാക്കണേ. അപ്പൊ ഇന്നലെ രാവിലെ ഞാൻ അരി വെള്ളത്തിലിട്ടു. നേരം വെളിച്ചാകുമ്പോ അരി വെള്ളത്തിൽ, 6 മണിയാകുമ്പോ അരി വെള്ളത്തിലിട്ടു. ഇന്നലെ വൈകുന്നേരത്ത് അരയ്ക്കാൻ നോക്കിയപ്പോ ഉഴുന്ന് വെള്ളത്തിലിട്ടില്ല, മറന്നു. തുറന്നു നോക്കിയതും ഇല്ല. അങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പൊ ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടാ, രാത്രിയില് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് അരി ഒന്നും കൂടി നന്നായി കഴുകിയിട്ട് അങ്ങനെ വെച്ചു. പിന്നെ വേറെ ലേശം പച്ചരിയും ലേശം ഉഴുന്നും കൂടി അരച്ചു. ഇപ്പൊ ഇന്ന് രാവിലേക്ക് വേണ്ടിയിട്ട് അതിലിതാ അരച്ചിട്ട് കുറച്ച് ചോറും കൂട്ടി അരച്ചു, ലേശം ഈസ്റ്റും ഇട്ടു. എന്നിട്ട് ഞങ്ങൾ ഇത് അരച്ചു വെച്ചിട്ട് നടക്കാൻ പോയിട്ടോ. നടക്കാൻ പോയി വരുമ്പോഴേക്കും 1 മണിക്കൂറാവില്ല. അപ്പോഴേക്കും എന്താ അത് പൊന്തി വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ദോശ ഉണ്ടാക്കണം. പിന്നെ ചട്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ദിവസമായിട്ട പൊട്ടുകടല കൊണ്ട് ചട്നി ഉണ്ടാക്കിയിട്ട്. എപ്പോഴും വെറും നാളികേരം കൊണ്ട ചട്നി. അപ്പൊ ഇന്ന് പൊട്ടുകടല കൊണ്ടാണ് ചട്നി. പൊട്ടുകടലയും കുറച്ച് കൂട്ടണുണ്ട് ചട്നിയിൽ. പൊട്ടുകടല കഴുകട്ടെ. പൊട്ടുകടലയെ പറഞ്ഞിട്ട് കാര്യമില്ല, മുന്നേ ഒന്നും പൊട്ടുകടലയൊന്നും കഴുകിയിരുന്നില്ല. ഇപ്പൊ പൊട്ടുകടലയും കഴുകണം. പൊട്ടുകടലയൊക്കെ കഴുകിയിട്ട് ചട്നി ഉണ്ടാക്കണം, ദോശ ഉണ്ടാക്കണം. പിന്നെ അരി തിളച്ചിട്ട് കിടക്കുന്നുണ്ട്. വേവുള്ള അരിയാവോണ്ടേ നേരത്തെ ഇടണം. പൊട്ടുകടല കഴുകിയിട്ട് ചട്നി അരയ്ക്കാൻ വേണ്ടി തുടങ്ങാട്ടോ. ചട്നിയിൽ ഞാനിത് ഒരു കഷ്ണം പുളി ഇട്ടുണ്ട്. ഇതെനിക്ക് നന്നായിട്ടും പറഞ്ഞു തന്ന ഐഡിയകളാട്ടോ. എനിക്കിതൊന്നും അറിഞ്ഞു, ഞങ്ങളിവിടെ പുളിയൊന്നും ഇല്ല. അപ്പൊ ഒരു ലേശം പുളി ഇടുന്നുണ്ട്. ആ ചെറിയൊരു കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉച്ചയാകുമ്പോഴേക്ക് ഇന്നലത്തെ സാമ്പാർ ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഞാനിന്ന് കൂട്ടാനൊന്നും വെക്കണില്ല. എന്താ പറയാ, പിന്നെ മുതിര കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കണം. ഇത് ഞായറാഴ്ച അല്ലേ. അപ്പൊ മീനോ ഇറച്ചിയൊക്കെ എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചാ. പിന്നെ വിചാരിച്ചു ബുധനാഴ്ച ഇനിയിപ്പോ രാത്രിയില് കർക്കിടക സംക്രാന്തി ആയിട്ട് ചിക്കൻ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഇന്നൊന്നും വാങ്ങണ്ടെന്ന് കേട്ടാ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കമന്റിൽ ഒരു ആള് ചോദിച്ചിട്ടുണ്ടേ, കപ്പയ്ക്കാണോ പൂള എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കപ്പയ്ക്ക് തന്നെയാണ് പൂളക്കിഴങ്ങ് എന്ന് പറയാ. ചില നാട്ടില് കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും, ചിലവര് ഞങ്ങളുടെ ഇവിടെയൊക്കെ പൂളക്കിഴങ്ങ് എന്നാ പറയാ. കപ്പ എന്നും പറയുന്നുണ്ട് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. നന്ദേട്ടന്റെ അവിടെ തൃശ്ശൂരൊക്കെ കൊള്ളിക്കിഴങ്ങ് എന്നാ പറയാ അല്ലേ അതേട്ടാ? അപ്പൊ ആ കമന്റ് ഇട്ട ചേച്ചിക്ക് നന്ദിയുണ്ട് കേട്ടോ. ചേച്ചിയാണോ ഇനി അനിയത്തിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇന്നിപ്പോ രാവിലെ ഞാൻ കമന്റ് നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ പൂളക്കിഴങ്ങ് എന്നാണ് പറയാ. പിന്നെ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ചക്കരക്കിഴങ്ങ് എന്ന് പറയും. ഓരോരോ നാട്ടിൽ ഓരോന്നല്ലേ പറയാ. സംക്രാന്തി പണിയൊക്കെ കഴിഞ്ഞ എല്ലാവരുടെയും വീട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ, മാറോല തട്ടലും, പിന്നെ എന്താ പറയാ അവിടെ ഇവിടെയൊക്കെ കഴുകലും ഇതൊക്കെ. അപ്പൊ പിന്നെ എല്ലാവരും എന്നും വൃത്തിയൊക്കെ കാരണം സംക്രാന്തിക്കൊന്നും ആരും വൃത്തിയാക്കില്ലല്ലോ അല്ലെ.
മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് വീടൊക്കെ അധികം ശങ്കരാട്ടിക്കൊക്കെ അല്ലേ വൃത്തിയൊക്കെ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറയുന്നു മാത്രം. ആ ദോശ ഒന്ന് കൊളായ പോലെയാണ് കേട്ടോ, ഒന്നും പൊന്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി വരണം. കുറച്ചു നേരം ഇരുന്നുണ്ടെങ്കിൽ ചിലപ്പോ 1 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. കുറച്ചും കൂടി ഇരുന്നുണ്ടെങ്കിൽ ശരിയായിരുന്നു. ഇന്നത്തെ ദോശ കൊളായി. എന്തായാലും തിന്നല്ലേ പറ്റുള്ളൂ, വേറെ എന്താ ചെയ്യാ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയ ചാനലാണ്, അപ്പൊ അത് ഉയർത്തിക്കൊണ്ട് വരുന്നത് നിങ്ങളാണ്. അപ്പൊ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റാ.